ആധാറും വോട്ടർ കാർഡും റേഷൻ കാർഡും അംഗീകരിക്കുന്നില്ലെങ്കിൽ അക്കാര്യം ഒരാഴ്ചയ്ക്കുള്ളിൽ അറിയിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സുപ്രീം കോടതി നിർദ്ദേശം നൽകി. അടുത്ത തവണ കേസെടുക്കുമ്പോൾ പരിഗണിക്കേണ്ട 3 വിഷയങ്ങളും കോടതി തയ്യാറാക്കി. വോട്ടർ പട്ടികയുടെ പ്രത്യേക പരിശോധന നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് അധികാരമുണ്ടോ, ആ അധികാരം പ്രയോഗിക്കാനുള്ള നടപടിക്രമങ്ങൾ, അവ പൂർത്തിയാക്കാനുള്ള സമയക്രമം, പൗരന്മാരാണോ എന്ന് കണ്ടെത്താനുള്ള ശ്രമവും ഈ പരിശോധനയുടെ ഭാഗമാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 2 അംഗ ബെഞ്ചിനെ അറിയിച്ചു. എന്നാൽ ആധാർ കാർഡ് പൗരത്വം തെളിയിക്കുന്നതിനുള്ള രേഖയല്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. പട്ടിക പുതുക്കിയ ശേഷം സുപ്രീം കോടതിക്ക് പരാതികൾ കേൾക്കാം. പൗരത്വ പരിശോധനയാണ് ലക്ഷ്യമിട്ടതെങ്കിൽ വൈകിപ്പോയെന്ന് ജസ്റ്റിസുമാരായ സുധാൻഷു ധൂലിയ, ജോയ്മാലിയ ബാഗ്ചി എന്നിവർ വ്യക്തമാക്കി. വോട്ടർ പട്ടികയുടെ സമഗ്ര പരിശോധന നവംബറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ എന്തിനെന്നും കോടതി ചോദിച്ചു. തെരഞ്ഞെടുപ്പുകളൊന്നുമില്ലാത്ത സമയത്ത് രാജ്യത്താകമാനം നടത്തുന്ന പ്രക്രിയ ആയിക്കൂടെയെന്ന് കോടതി ആരാഞ്ഞു. പൗരത്വ വിഷയം ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പരിധിയിൽ വരുന്നതല്ലേ എന്നും കോടതി ചോദിച്ചു. വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുന്നതിൽ ആർക്കും തർക്കമുണ്ടാകില്ലെന്ന് കമ്മീഷൻ വ്യക്തമാക്കി. ജനപ്രാതിനിധ്യ നിയമത്തിലെ 21(3) വകുപ്പ് പ്രകാരം വോട്ടർ പട്ടിക പ്രത്യേകമായി പരിശോധിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് അധികാരമുണ്ട്. എന്നാൽ പുതുക്കിയ പട്ടിക പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ ഒരു കോടതിക്കും തൊടാൻ പോലും കഴിയില്ലെന്ന് 2 അംഗ ബെഞ്ച് ചൂണ്ടിക്കാട്ടി. പൗരനാണോ എന്ന് തെളിയിക്കേണ്ട ചുമതല വോട്ടർക്കല്ലെന്ന് ഹർജിക്കാർക്ക് വേണ്ടി ഹാജരായ കപിൽ സിബൽ പറഞ്ഞു. 2003 ശേഷം ബീഹാറിലെ വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചവർ തിരിച്ചറിയൽ രേഖകൾ ഹാജരാക്കണമെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശമാണ് ചോദ്യം ചെയ്യപ്പെട്ടത്. കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികളും സംഘടനകളുമാണ് ഹർജിയുമായി സുപ്രീം കോടതിയെ സമീപിച്ചത്. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.